ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വികാസ് ക്രൈം സിമുലേറ്റർ പാർട്ട് 4 ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ഓഫ് റോഡിന് പോകാൻ പോകണം കേട്ടോ. ജീപ്പൊക്കെ എടുത്തിട്ടുണ്ട്, വെള്ള കളറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിച്ച് തുടങ്ങാം. മുമ്പിലേക്ക് പോകണില്ലല്ലോ. ബാക്ക് അടിക്കുക. ഓക്കെ. അപ്പോൾ ഇത് വേറെ കുറേ വഴികളൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കല്ലുകളാണ് കേട്ടോ. നമുക്ക് മറ്റേ ഇത് കൂടെ വളച്ച് പോവാം. പക്ഷെ വളച്ച് പോകാൻ പറ്റിയില്ല, ഇടയപ്പെട്ട്. ഇതൊരു കഷ്ടമാണ്. നോക്കണേ, നമ്മളെന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അടിയിൽ പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോണിനെ ഫോളോ ചെയ്ത് പോകണം. ഈ കല്ല് എങ്ങനെയാണ് ഇരിക്കണത് അതുപോലെ. അത് പോയി. വെറുതെ മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമുക്കെന്തായാലും നീന്തി കിടക്കാം. കണ്ട ഫിസിക്സ് മതി. അപ്പോൾ നമുക്ക് അടുത്തതിന് ഗ്രനേഡ് നമുക്ക് കടലിലേക്ക് എറിഞ്ഞ് നോക്കാം എന്ത് സംഭവിക്കുന്നു. നമ്മുടെ ഗ്രനേഡ് അതാ പോയി പതിച്ചു. അതാ പൊട്ടി തകർന്ന് പുകയൊക്കെ വന്ന്. മറ്റേ ട്രൈ എന്തെങ്കിലും പാളിപ്പോയതിന് ശേഷം നമുക്കൊരു വണ്ടി കണ്ടുപിടിക്കാം. വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടുപിടിച്ച പോലെ താഴെ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. അടുത്ത നമ്മളെ ഓഫ് റോഡുള്ള സ്ഥലത്തിലേക്ക് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ആവും അടുത്ത നമ്മൾ ചെയ്യാൻ പോണത്. അയ്യോ, വണ്ടി വിട്ടു. ഇതാണ് പറയുന്നത്, റോഡിൽ ഓടിക്കുന്ന സാധനങ്ങളൊന്നും ഓഫ് റോഡിന് ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ജീപ്പാണെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് കയറിപ്പോയിട്ടുണ്ടാവും. സ്കിഡ് അടിക്കണ സാധനം വേണ്ട, മുമ്പിക്കും ബൈക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ജീപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ പിങ്ക് കളർ ജീപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ മറ്റേ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ എന്തായാലും പോലീസ് പിടിക്കുന്ന ഒരു വിശ്വാസമുണ്ട് കേട്ടോ. പോലീസ് പിടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. തലടിച്ചുകൊണ്ടില്ലേ ഇത് ആൾക്കാർ മൊത്തം മണ്ടന്മാരുടെ പോലെയാണ്. ഓക്കെ, നമ്മളിവിടെ എത്തി. അത് കണ്ട കറങ്ങുന്നത് ശേതാ. അപ്പോൾ ഇനി പോലീസുകാരൊക്കെ പോകണം. പോയി. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ തൊലച്ച്. എന്തൊരു കഷ്ടമാണ്. അപ്പം നമുക്ക് നേരെ ബാഗ് എടുത്തിട്ട് ഒന്നും കൂടി മുമ്പിലേക്ക് പോകാം. അയാൾ പോട്ടെ, എനിക്കറിയാം ഇവന്മാരൊക്കെ. കണ്ണൊന്നുമില്ലേ? ഏതാ? ആ വഴി കൂടെ പോയി എന്തായാലും ഒട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ പോകുന്ന വഴി കൂടെ പോകാം. അത് കൂടെ പോകാൻ പറ്റില്ല. പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റും, സ്പീഡിലൊക്കെ പോകാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ വല്ല റാമ്പ് പോലെ വല്ല സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ പെടും. നമുക്ക് അപ്പുറത്ത് കൂടെ കയറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് കൂടെ ഒന്നും കൂടി വരാട്ടോ. അയ്യോ, ഇവിടെയൊക്കെ സ്റ്റെപ്പ് പോലെ ഉണ്ടോ? സ്റ്റെപ്പ്. വേറെ കല്ലുകളല്ലേ. വേണമെങ്കിൽ അവിടെ നിന്ന് ചാടിയിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷേ നമ്മുടെ ഗെയിം അതിന് സമ്മതിക്കില്ല, നമ്മുടെ വിധി അതിന് സമ്മതിക്കില്ല. അയ്യോ, ഇപ്പം ഞാൻ പോയേനേട്ടാ. എൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ കൂടിയിട്ടാ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് തന്നെ കയറാം. വണ്ടി പിന്നെ കുഴപ്പമൊന്നുമില്ല, ഗ്രിപ്പൊക്കെ ഉണ്ട്. മറ്റേ കാറുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ വഴി കൂടെ വളച്ചെടുക്കണം, പതുക്കെ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ടയർ ഒന്നിൽ പോവും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളച്ചിട്ട് ഒന്നും കൂടി തിരിച്ചെടുക്കണം. വളക്കി അതന്നെ അങ്ങനെ തന്നെ വളച്ചിട്ട് ഒന്നും കൂടി എടുക്കണം. പെട്ടിയൊക്കെ പിടിച്ച ഒരാൾക്ക് പോകുന്നുണ്ട്. സൈഡ് നോക്കി പോകണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈഡ് നോക്കി പോയില്ലെങ്കിൽ ടയറും പോവും, നമ്മുടെ ഇതും പോവും, വണ്ടിയും പോവും. യെസ്, വരാറാവട്ടെ. നമ്മൾ ഈ ചെരുവിൽ കൂടെ പോകണം കേട്ടോ. മൈ ഗോഡ്, കൂടെ പോയാന്നായിരുന്നു. സ്കിഡ് അടിക്കില്ല എന്ന് തോന്നുന്നു. സ്കിഡ് അടിക്കില്ല. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വരണേ? അപ്പോൾ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. വിജയ
അത് വേണ്ട. നമ്മൾ വിജയിച്ചിട്ടുണ്ട്. വേണ്ട, നമ്മൾ ശ്രദ്ധിച്ച് പോകണം. എല്ലാതും ശ്രദ്ധിച്ച് നമുക്ക് പോകണം, അല്ലെങ്കിൽ കാട്ടിലെല്ലാം കിടക്കും. നേരെ പോയിട്ടൊരു കുത്തും ഇട്ടും കമന്നങ്ങ് കിടക്കും ഈ വണ്ടി. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ വേണ്ട. ഇപ്പോൾ ഒന്നുമില്ലാതെ ഇപ്പോൾ നമ്മളൊന്നും കൂടി നോക്കണം. കാരണം ഞാൻ ഇറങ്ങാൻ പോകട്ടോ. ഇന്ന് ശരിയാവില്ല. അതാ പോയി കണ്ട. അത് വലിയ ഷോ ഒക്കെ ഇറക്കാൻ നോക്കിയതാ പുള്ളി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ വണ്ടി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി വണ്ടി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെയും കയറ്റണം. അതാണ് ടാസ്ക്. ബൈ ഇത് കൂടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കയറാം കേട്ടോ ആണെങ്കിൽ. പക്ഷേ അത് കൂടെ കയറാൻ പറ്റില്ല. കാരണം അമ്മാതിരി ഷേപ്പാണ് ഈ കല്ലുകളൊക്കെ. അങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തു. ഇപ്പോൾ എനിക്കൊരു ഒരു മനസ്സിലൊരു സംഭവം കത്തി. എന്താ വെച്ചാൽ നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവുകയാണെങ്കിൽ പറ്റില്ല എന്നാണ് തോന്നണേ. പക്ഷെ നമ്മൾക്ക് ഒരു വഴിയുണ്ട് കൊണ്ട് നിൽക്കുന്നത്. പറ്റും. ഇതിൻ്റെ അടിയിൽ കൂടെ നോക്കാൻ പറ്റുമോ? നമ്മൾ ശ്രദ്ധിച്ചോണ്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുന്ന ഇതുകൊണ്ടോ ഇത്രയും സ്ലോപ്പ്. അതായത് കണ്ടോ വഴിക്ക് പോകണം. കണ്ടോ ഇത്രയും ഒരു ചെരിഞ്ഞിക്കുന്ന ഒരു പാറയുടെ ഇടയിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. വണ്ടിയുടെ പവർ ഇത് കൂടെ വരാനാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ വേഗം ഓടിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ പറ്റുമോ നോക്കണം. നമ്മൾ വണ്ടി ഒരടി തെറ്റിയാൽ മതി, ആ വെള്ളത്തിൽ പോയി വീഴും. അപ്പോൾ നമ്മൾ കയറി നല്ലതാ. താഴേക്കൊന്ന് നോക്കി നോക്ക് ഫ്രണ്ട്സ്. കണ്ടോ അത്ര ആഴുണ്ട്. അങ്ങോട്ടൊക്കെ വീണ ഒട്ടും ഉറപ്പാ. പിന്നെ അടുത്ത ടാസ്ക് ഈ മലയുടെ ഇടയിൽ കൂടെ കയറുന്നതാണ്. നമ്മൾ റിസ്ക് എടുത്തിട്ട് ആണ് അതിൽ കൂടെ ഇത്ര നേരം വന്നത്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിന്ന് മുകളിലെത്തിയിട്ടുണ്ട്. കാറുകളൊക്കെ കാണുന്നു. ഫ്രണ്ട്സ് നമുക്കൊരു സംഭവം ചെയ്യാം. അതായത് നമുക്ക് ഒന്നും കൂടി ഇതിൽ കൂടെ വരാം കേട്ടോ. പക്ഷെ ഇതിൽ കൂടെ ഫാസ്റ്റായിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കയറാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ കയറുകയാണ്. പക്ഷേ ഇതിനെയാണോ വഴി? ഇത് നമ്മൾ നേരത്തെ വന്ന വഴിയില്ലേ? ആദ്യം മുതൽ തുടങ്ങാം നല്ലത്. അപ്പോൾ ഇത് ഞാൻ വന്ന സ്ഥലം തന്നെ. അവിടെ നിന്നാണല്ലേ വന്നത്, ആ കല്ലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് പോകാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നല്ല വേഗത്തിൽ വരാൻ പറ്റുന്നുണ്ട് കേട്ടോ. അയ്യോ പോലീസുകാരന് തൊട്ടാൽ മതി, അപ്പോൾ ഒരു സ്റ്റാർ വരും. പക്ഷെ അതൊക്കെ പെട്ടെന്ന് പോവും. കാരണം നമ്മുടെ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. പോലീസുകാർ മണ്ടന്മാരായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഈ ജംസൊക്കെ ഇങ്ങനെ പിടിച്ചു പറ്റണ പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ തുടങ്ങാൻ പോണ്. ഇപ്രാവശ്യം നമുക്ക് കോംപ്ലിക്കേറ്റഡായി പോകാം. അപ്പുറത്ത് കൂടെ പോകാം. ഓക്കെ, അപ്പുറത്തെത്തി. ഇത് കൂടെ നമുക്ക് എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കേട്ടോ. തൽക്കാലം കയറിയിട്ടുണ്ട്. കണ്ടാ നേരത്തെ നമ്മൾ വന്ന വഴിയാണത്. ഇത് കണ്ട, അതാണ് നമ്മൾ നേരത്തെ വന്ന വഴി. ഇത് നമ്മൾ ഇപ്പോൾ വരുന്ന വഴി. ഇത് പോണില്ലേ ദൈവമേ. വളച്ചെടുത്ത് അങ്ങനെ പോവണേ. പ്രതീക്ഷയുണ്ട് എനിക്ക് ഇന്ത്യയിൽ. അതുകൊണ്ട് അയ്യോ ഇപ്പോൾ പറന്നു പോകാൻ ഞാനപ്പോൾ. അയ്യോ അമ്മോ, ഞാനൊരു സംഭവം തന്നെ. ഇവിടുന്ന് നേരെ വളച്ചെടുത്ത് തിരിച്ച് അപ്പുറത്തേക്ക് ഇങ്ങോട്ടൊക്കെ പോയി നേരെ താഴത്തേക്ക് എടുത്ത് ചാടണം.
അതന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പുറത്ത് കൂടെ കയറി വരണം. ഓക്കെ, ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് കൂടെ നമുക്ക് നേരത്തെ നമ്മൾ പതുക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കയറിയിട്ട് അടിക്ക് പോകണം. ഒരു ATM അല്ലേ അവിടെ? എന്നൊക്കെ നോക്കൂ, നൈസിൽ അങ്ങോട്ട് പോട്ടെ, ഹാക്ക് ചെയ്യാൻ നല്ലത്. അപ്പോൾ വണ്ടിയിൽ പോക വരാൻ തുടങ്ങിട്ടോ. ഇവിടെ എന്താ റീഫിൽ ഹിയർ 760 ഓക്കെ. അയ്യോ എൻ്റെ വണ്ടി ഞാൻ നേരാക്കട്ടെ കേട്ടോ. ഇനി ഞാൻ പോയിട്ട് ATM വന്ന് പൈസ എടുക്കട്ടെ, ആരും കാണില്ലാതായിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലീസുകാർക്ക് അടുത്തുണ്ടെങ്കിൽ നമ്മളെ പിടിക്കട്ടോ. പോലീസുകാർ പുറത്ത് ഉണ്ടാവാതിരുന്നാൽ മതി. റെയറായിട്ട് അത് ഉണ്ടാവാറുള്ളൂ, പക്ഷേ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, നമുക്ക് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ATM എന്തിനാ? ഇത് എല്ലാ പൈസയും ഞാൻ എടുത്തു. ആകെ പിച്ചക്കാരൻ്റെ പോലെ ഒരു പൈസയുണ്ട്. ഇത് ചെയ്യാനാ നോക്കണേ. ഇത് തട്ടിയിട്ടൊന്ന് ഞാൻ ഉന്തിക്കൊണ്ടുപോവാ. അതന്നെ, ഒരു ചവിട്ടി വിട്ടാ. അപ്പം ഞാൻ ഇനി തട്ടി പോലെ മതി. ഇനി നമുക്ക് ജീപ്പിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇതിൽ റീഫിൽ ചെയ്യണ ഈ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നന്നാവും, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് വന്ന വഴി തിരിച്ചു പോകാൻ നോക്കിയാലോ. വന്ന വഴി തന്നെ പോവുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും ചിലപ്പോൾ, കാരണം വന്ന വഴി വേറെയാ. വേണ്ട, അങ്ങനെ വേണ്ട. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. മാപ്പ് എടുക്കണോ ഇനി? അവനടിച്ചു. എന്താണ് ഇനി ഇവിടെ വല്ലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ, ഭയങ്കര. ഇവിടെ ഉണ്ട്. അല്ല, ഇത് കൂടാണോ നമ്മൾ നേരത്തെ വന്നത് ഫസ്റ്റ്? ആണോ? അല്ലേ? അല്ല. ആണോ? എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇവിടെ തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് ഈ വഴി കൂടെ വന്ന് കേട്ടോ, അടിയിൽ കൂടെ ഇതൊക്കെ ഒരു വഴി പോലെ സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ ഈ ഓഫ് റോഡ്. ഇനി ഉണ്ടോ? അതെ, ഇനിയുണ്ട്. കൂടെ ചാടിച്ചാലോ? നന്നായിട്ട് ചാടുന്നുണ്ട്. അധികം ചാടിച്ചാൽ ചിലപ്പോൾ കടലിൽ പോയി നമ്മൾ മറയും. അതുകൊണ്ട് നമ്മൾ ഇത് വേറെ കളറല്ലേ? ഇത് വേറെ ഇത് മറ്റേ റേസിംഗ് ഉണ്ടായ സ്ഥലല്ലേ? റേസിങ് വെറുതെ അല്ല, ഇതിൻ്റെ കളറ് വേറെ. പിന്നെ മണ്ണിൻ്റെ കളറാണ്, മനസ്സിലായില്ലേ? മറ്റേത് മണ്ണ് തന്നെയാണ്, എന്നാലും വേറെ കളറാണ്. മറ്റേത് കുറച്ച് കല്ലല്ലേ, അതുകൊണ്ട് ഇതാണ്. ഇതൊക്കെ എന്തെങ്ങനെയുണ്ടോ ഇവിടെയൊക്കെ പെടുന്നത്? വലിയ കുഴി, എൻ്റെ അമ്മോ. ഇതൊന്നും എങ്ങനെയും കയറണം. ഇത് കറക്റ്റ് ഓഫ് റോഡിൻ്റെ അതേ സീന്, ഞാൻ മൊബൈലിൽ കാണുന്ന സീനിന്. കയറുന്നില്ല. പ്രൊഫഷണൽ ഡ്രൈവർ, അതന്നെ, അത്രേ ഉള്ളൂ. അതാണ് പ്രൊഫഷണൽ ഡ്രൈവറിൻ്റെ മറ്റേ എന്താണ് കഴിവ്, അതന്നെ. ഇനി അപ്പുറത്ത് പോയിട്ട് വേറെ കുഴിയിൽ ചാടാതിരുന്നാൽ മതി, മനസ്സിലായില്ലേ? വേറെ കുഴി വന്ന്, പക്ഷെ അതിൻ്റെ നമുക്ക് നടുക്ക് കൂടെ പോയിട്ട് നമ്മൾ ഇങ്ങനെയായി. നമ്മൾ ശ്രദ്ധിച്ചു പോയിട്ട് തന്നെ ഇത്ര ഉണ്ട്. ശ്രദ്ധിക്കാതെ പോയപ്പോൾ എത്ര ഉണ്ടാവും? അതുകൂടെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുഴിയണത് അയ്യോ, കയറാൻ പറ്റണില്ല. ബാക്കടിക്ക്. തല കുത്തി പറയണം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നേരാവണ്ണം വന്ന് നിന്നത് ആണ് എൻ്റെ കഴിവീട് ആണ്. അത് ചാടി. ഈ വഴി കൂടെയാണ് വരുന്നത്, വെറുതെ അല്ല, അത് കുഴി വലുത്. അയ്യോ, വണ്ടി പിടിച്ചപ്പോൾ സമാധാനമായി. നല്ലതാ. എന്തൊരു കഷ്ടമാണെന്നറിയോ? വണ്ടിയാണെങ്കിൽ എടുക്കാനും പറ്റണില്ല. എന്നത് ഞാൻ ശരിയാക്കിയിട്ടേ കാര്യമുള്ളൂ. മോളിൽ കയറാ. ഇതൊന്നും ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത്ര പൈസ ഉണ്ട്,
ഞാൻ പോയിട്ട് സംഭവം ചെയ്യട്ടെ. ഷോപ്പിംഗ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ ഇതെടുക്കാം. എബിലിറ്റി എടുക്കാം. എന്നിട്ട് സെറ്റാക്കാം. എബിലിറ്റി അവിടെ എബിലിറ്റീസ് ഇതല്ല വേറെ ഇതന്നെ നമുക്ക് ഇതിന് ഡയമണ്ട് അതെന്തായാലും കിട്ടാമെന്ന് എനിക്ക് തോന്നില്ല. ഇത് കിട്ടും. ഫസ്റ്റ് ഇത് വാങ്ങാം ഫസ്റ്റ്. എന്നിട്ട് പിന്നെ മറ്റേത് വാങ്ങാൻ പറ്റില്ല, ഇതും കുഴപ്പമില്ല. വാങ്ങാൻ പറ്റും. 2 എണ്ണം വാങ്ങിയിട്ടാ നമ്മൾ ബൈ ഇനി ഇതും കൊണ്ട് പോയി കണ്ട, അതാണ് പവർ. ഇനി ഇവിടെ നിന്ന് എടുക്കാൻ വണ്ടി, അത് നല്ലത്. ഇപ്പോൾ ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇത് കൂടെ ഞാൻ നേരത്തെ വന്ന സ്ഥലമല്ലേ, ഞാനീ വന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് വരുന്നത്. എന്താ അത് ഇനി മാപ്പിൽ മാർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതെന്താ ഇടയ്ക്കിടയ്ക്കിന് വരുന്നേ? ഗ്ലിച്ചടിച്ചാ. ഒരു ചവിട്ട് കൊടുക്കട്ടെ, അപ്പം തന്നെ ശരിയാവും. അതാ പോയി. ശരി, ഇപ്പം തലകുത്തനെ നോക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, ഈ വണ്ടിക്ക് എന്തിൻ്റെ കുഴപ്പമായത്? കുറേ നേരമായില്ലോ ഇതിങ്ങനെ തുടങ്ങിയിട്ട്. ഇതിന് പുകയാൻ തുടങ്ങിയിട്ടാണോ ഇനി കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത്? ഇത് ഞാൻ കണ്ടുകൊണ്ട് മടുത്ത്. ഇനി ഞാൻ ഇത് നേരാക്കട്ടെ. 2 എണ്ണം വാങ്ങിക്കാം. കണ്ടാ ഇപ്പം നേരെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതിന്. കണ്ടാ, എന്തായാലും ഗെയിമിൽ റിയാലിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്. അതോ ഇങ്ങനെ, അതോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലം മാപ്പിൽ. ആ സ്ഥലത്തേക്കിന് പോവാം. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇനി നമുക്ക് ഓഫ് റോഡ് ചെയ്യാം. അങ്ങനെ രാവിലെ ഇവിടെ എത്തുമ്പോഴേക്കും എന്നിട്ട് ഇനി ഇതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് ഇനി അതിൻ്റെ ഇടയിൽ കൊണ്ട് ജാമാവണം. എന്നാലേ പറഞ്ഞ പോലെ അനുസരിച്ചല്ലോ. നല്ലതാ, നല്ല ജീപ്പ്. ഇത് വേറെ ആയതുകൊണ്ട് ഇത് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് റോഡിങ് സ്ഥലമാണ്. ഇവിടെ നല്ല ബ്രൈറ്റായിട്ടുള്ള കല്ലുകളൊക്കെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ നിന്നുണ്ടല്ലോ, ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ചാടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഒയ്യോ, പറ്റണില്ല. അപ്പുറത്ത് കൂടെ ഒന്നും കൂടി സ്പീഡിൽ വരാം. ഇപ്രാവശ്യമെങ്കിലും പറ്റിയാൽ കൊള്ളാട്ടോ. പറ്റിയില്ല. പെട്ടു പെട്ടിയിലിട്ടു. ആന വന്നു, ചവിട്ടിക്കൂട്ടി. ഞാനിതിൻ്റെ ഇടയിൽ ജാമായി. ഇനി ഞാനങ്ങനെ ഇന്ന് രക്ഷപ്പെടും. രാമോ, ഞാനിതിൽ നിന്നിട്ടൊന്ന് ചാവത് തോന്നട്ടോ. റിയലി ഇത് ഇനി അനക്കിയാൽ ഞാൻ ഇനി രക്ഷപ്പെടാമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എണീക്ക്. എണീച്ചു. ഇത്ര നേരം തവള ചത്തിടക്കണവരെ കിടക്കണ്ടായിരുന്നു ചേക്കൻ. ഇനി ഇതിനെങ്ങനെയെങ്കിലും അങ്ങോട്ട് ആക്കണം. ഇതാ വീണ്ടും വന്ന കുഴിക്ക്. ഡാമോ, ഇത് എന്താണ് പ്രശ്നം? വീണ്ടും ഇതിന് പ്രശ്നം വന്നു. വീഴുണ്ടോ? ഇല്ലല്ലേ, വീഴണില്ല. ഇനി നമുക്ക് ഇതിൽ കയറിയിട്ട് ഇനി പണി ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കടിക്ക്. എൻ്റെ ഇടയിൽ എന്താ കോളൊക്കെ വരണേ? ബാക്കടിക്ക്. അതന്നെ ബാക്കടിക്ക്. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ ചാടിയിട്ടൊന്നുമില്ലെങ്കിലും എങ്ങനെയൊക്കെയോ നമ്മൾ വന്നു. കയറാൻ പറ്റണില്ലേ? അങ്ങനെയാണെങ്കിൽ പെട്ടുമല്ലോ. ബാക്കടിക്ക്. അയ്യോ, ഇതിനെക്കൊണ്ട് ഞാൻ മടുത്തു. സ്പിന്നിങ് വീലിനെ കൊണ്ട്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മുടെ പവർ അതാണ്. പവർ കാണിച്ചു കൊടുക്ക്. കൊക്കയെ വീണിട്ട് പവർ കാണിച്ചു കൊടുക്കണ്ട. അതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാ. ഇനി ഇത് കൂടെ പോയിക്കോ. ഇനി അങ്ങോട്ട് പോയി ഇത്ര അയ്യോ, അങ്ങോട്ട് ചത്തേനേട്ടാ. നമ്മൾ ഏതൊക്കെയോ സ്ഥലത്ത് കൂടെ വന്നു. കയറാൻ പറ്റുന്നില്ല. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ബാക്കടിക്ക്. ഇത് വീണ്ടും പെട്ടോ. ഇപ്പം ശരിയുണ്ടാവും. ഒന്നും കൂടി കയറി നോക്കാം. ഇപ്പം ശരിയുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ശരിയായില്ലേ? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയൊരു കാറാണെന്ന് തോന്നുന്നത്.
ഇപ്പോൾ തല കുത്തി നിൽക്കണോ? നേരെ ഒന്ന് ഓടിക്കടോ. എടീ ഇതൊന്നും ഇങ്ങനെ രാമോ ഇതിന് ചവിട്ടി ഞാൻ കടലിലേക്ക് എറിഞ്ഞാലോ ഇതിനെ ചവിട്ടിയിട്ട്? അത് നല്ലത് തോന്നുന്നുണ്ട് എനിക്ക്. ഇതാ പോയി. സ്പിന്നർ ഇറങ്ങണ പോലെയല്ല ഞാൻ പോയത്. ചടിക്കോ. ഓ നന്നായി. അത് പിന്നെ അത് കൂടെ കയറാൻ പറ്റാത്തതുകൊണ്ട് അപ്പുറത്ത് കൂടെ വളച്ച് അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. ഇത് കൂടെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷെ മുകളിലേക്ക് വരാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? കണ്ട, താഴത്തേക്കൊക്കെ വരാൻ പറ്റും ജീപ്പ് എടുത്തിട്ട്, പക്ഷെ നമുക്ക് നേരവണ്ണം വരാൻ പറ്റില്ല. എന്താ ചെയ്യുക? ഓഫ് റോഡ് കഥേ. ഗ്രേറ്റ് ജോബ്. ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ഐഡിയ അല്ല, എന്താ പറയുക, ടാസ്ക് അതിന്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവും. ഓക്കെ. അയ്യോ മൈ ഗോഡ്, മിലിറ്ററി ബേസ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കൂടെയാണ് ഞാൻ പോണത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പോവാം എന്തായാലും, നമുക്ക് അത് നല്ലത്. പോവാം. പിടിച്ചാലും കുഴപ്പമില്ല. ഒരു സ്റ്റാർ അല്ലേ ഉണ്ടാവുക. എനിക്കെന്തായാലും എൻ്റെ ഒരു വിചാരം വീട്ടിലേക്ക് എത്തണമെന്നാണ്. വീട്ടിൽ പിന്നെ കാറിനെ ചേസ് ചെയ്യാനൊന്നും ഈ പോലീസുകാർക്ക് പറ്റില്ല. അതുകൊണ്ട് എന്തായാലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ടോട്ടലി സേഫാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു RPG എടുത്ത് വിട്ടാൽ എൻ്റെ കഥ അതോടെ തീരും. പക്ഷേ ഈ മണ്ടന്മാർക്ക് എയിമില്ല എന്നാണ് മറ്റൊരു ഫാക്റ്റ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഒരു മൂടൻ പോലീസ് അപ്പുറത്തു കൂടെ എൻ്റെ അടുത്തു കൂടെ പോയി. അപ്പോൾ എത്ര ബുദ്ധിയുണ്ട് അവർക്ക്. എൻ്റെ അമ്മോ, മണ്ടൻ തന്നെ. മണ്ടനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. അത് വേറെ കാര്യം. നമ്മുടെ വീട് ഇവിടെ അല്ലേ? ഇതല്ലേ? പിന്നെ എവിടെ ഇനി? മാപ്പ് നോക്കട്ടെ. ഓ ഇവിടെ. മനസ്സിലായി. ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ? മാപ്പ് നോക്കാൻ സമയം കിട്ടിയില്ല. കുഴപ്പമില്ല. ഇതിന് ഇതല്ലേ? പിന്നെ എൻ്റെ വീട് എവിടെയാ? ഇതുപോലത്തെ ഒരു സ്ഥലം തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇതല്ലേ സ്ഥലം? കണ്ട എന്താ RPG ഉണ്ട് അയാളുടെ കയ്യിൽ. അതാണ് ഡേഞ്ചർ. ഓ ഇതായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ മാപ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ട് മാപ്പ് നോക്കാൻ പറ്റിയില്ല. മാപ്പ് നോക്കിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ പോലീസുകാരെയൊക്കെ ഗ്രനേഡ് എറിഞ്ഞ് കൊല്ലാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വല്ലതുമായിട്ട് കാണാം. ഓക്കെ. നമുക്ക് പോലീസിനെ കൊന്നിട്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അവിടെ എറിഞ്ഞു. ചത്താ? അതാ DK-അല്ലേ പോയത്? എന്തായാലും ബൈ. Thanks for watching.